ഡിസിഷൻ തിയറി. സോ ഫൈനൽ മൊഡ്യൂളാണ് ഡിസിഷൻ തിയറി എന്ന് പറയുന്ന മൊഡ്യൂൾ. ഓക്കെ, ബേസ്ഡ് ഓൺ ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ്. അതിൽ വരുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ദെൻ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നുന്ന ഒരു കൺസെപ്റ്റും നമ്മൾ പഠിക്കുന്നുള്ളതാണ്. സോ അപ്പം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മളിപ്പം ചെയ്യുന്നത്. ഓക്കെ, ഡിസിഷൻ തിയറി. Decision theory is the theory about taking decisions. In statistics, decision theory includes a set of quantitative methods for arriving optimal decisions. An optimal decision following the logic of the theory is one which maximizes the expected utility. Thus, the idea of decision theory is to make choices rational rather than by reducing them to a kind of routine calculation. When more than one option is available, the decision maker chooses the best course of action in a non-random way by giving prime importance to his goal. Hence, decision theory is concerned with goal-directed behavior in the presence of options. Before starting the decision-making process, we need some basic concepts of decision theory. The following are some of the elements in decision making. അപ്പോൾ decision making-ൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ഡിസിഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു എന്താണ് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന ചില ട്രിക്സ് ആൻഡ് സർട്ടൺ തിയറീസ്. ഈ തിയറീസ് ബേസ് ചെയ്തുകൊണ്ടുള്ള സർട്ടൺ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസിഷൻ തിയറി എന്ന് പറയുന്നത് ഒപ്റ്റിമൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒപ്റ്റിമൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യനെ ഹെൽപ്പ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. ഓക്കെ, ആൻ ഒപ്റ്റിമൽ ഡിസിഷൻ ഫോളോയിങ് എ ലോജിക് ഓഫ് ദ തിയറി is one which maximizes the expected utility. Thus, idea of decision theory is to make choices rational rather than by reducing them a kind of routine calculation. അപ്പം ഒപ്റ്റിമൽ ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്, വിച്ച് മാക്സിമൈസസ് ദി എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി. ഓക്കെ, ഒപ്റ്റിമൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ് ബട്ട് നീഡ്സ് ഓർ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് എന്നൊക്കെ പറയും. അപ്പം വേസ്റ്റേജ് ഇല്ലാതെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും മാക്സിമം റിസോഴ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം ഒപ്റ്റിമൽ ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണം. അതായത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആയിരിക്കണം, എക്സാക്റ്റ് ആയിരിക്കണം. അവിടെ വേറെ കൺഫ്യൂസിങ് ആയിട്ടുള്ള യാതൊരു കാര്യത്തിനും സ്ഥാനമില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. അതായത് റിസോഴ്സസ് ഷുഡ് ബി യൂസ്ഡ് അറ്റ് ദെയർ ബെസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കണ്ടീഷൻസൊക്കെ നമ്മൾ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ഡിസിഷൻ എടുക്കേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, ഇനി വെൻ more than one option available, the decision maker chooses the best course of action in a non-random way by giving some importance to his goal. അപ്പം നമ്മളൊരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നമുക്കൊരു പർട്ടിക്കുലർ ഡിസിഷൻ എടുക്കണം. പക്ഷെ നമുക്ക് മൂന്നോ നാലോ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ആ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ദ ബെസ്റ്റ് എടുക്കണം. അതിനെ നമ്മൾ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻസ് നമ്മൾ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയും. ഓക്കെ, അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്.
ആ 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ആ 4നെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. എന്നിട്ട് ഔട്ട് ഓഫ് 4 ടേക്ക് ദ ബെസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അതെങ്ങനെയാണ് നമ്മുടെ ഗോൾ എന്താണ് എന്നതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസിൽ നിന്ന് ദ ബെസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിൽ പറയുന്ന കുറച്ച് ടേംസ് ആണ്. ഒന്നാമത്തെ ഡിസിഷൻ മേക്കർ. Decision maker is the person who is responsible for the selection of the best course of action from among the possible course of action. നേരത്തെ പറഞ്ഞു, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ആ ഒരു പർട്ടിക്കുലർ ഒരു പ്രോബ്ലത്തിന് 4-5 സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ആ സൊല്യൂഷൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ നമ്മുടെ മുന്നിലുള്ള 4-5 സൊല്യൂഷൻസിനെ നമുക്ക് എന്താ പറയുക, ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്, ഡിസിഷൻ മേക്കർ. ആ ഡിസിഷൻ എടുക്കുന്ന ആളാണ് ഡിസിഷൻ മേക്കർ. അടുത്ത ആൾട്ടർനേറ്റീവ്സ് ആർ ടിപ്പിക്കലി ഓപ്ഷൻസ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ദാറ്റ് ആർ ഓപ്പൺ ടു ദ ഡിസിഷൻ മേക്കർ അറ്റ് ദ ടൈം ഓഫ് ഡിസിഷൻ. ദ സെറ്റ് ഓഫ് ആൾട്ടർനേറ്റീവ്സ് ക്യാൻ ബി മോർ ഓർ ലെസ് വെൽ ഡിഫൈൻഡ്. ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് എന്തുണ്ടായിരിക്കും, ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ആ ഡിഫറെൻറ്റ് സൊല്യൂഷൻസിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്നും ദ ബെസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷനും അല്ലെങ്കിൽ ഒപ്റ്റിമം യൂട്ടിലിറ്റി പോസിബിൾ ആവുന്ന രീതിയിൽ ഏത് ഡിസിഷൻ എടുത്താലാണ് ശരിയാവുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇവൻ്റ് ആണ്. ഇവൻ്റ്. ദ എഫക്റ്റ് ഓർ ഔട്ട്കം ഓഫ് എ ഡിസിഷൻ ഈസ് നോട്ട് ഓൺലി ബേസ്ഡ് ഓൺ വിച്ച് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ വാസ് സെലക്റ്റഡ് or how it was carried out, but also depend on the factors which are outside the control of decision maker. The effect or end result of the decision, which is often referred as the state of nature, is called events. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഓപ്ഷൻ സെലക്ട് ചെയ്തു, നമ്മുടെ മുന്നിലൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിന് നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം 3-4 സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ സെലക്ട് ചെയ്യുന്നു. ആ ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ, ആ ഒരു പർട്ടിക്കുലർ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസിബിൾ ഇമ്പാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്താണ്, ആ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ആ പർട്ടിക്കുലർ സൊല്യൂഷനിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ് എന്നുള്ളതാണ് ഇവൻ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ. ഒന്ന്, ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ ആരാണ് ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആക്ട് ചെയ്യുന്ന ആരാണ്, അയാളാണ് ഡിസിഷൻ മേക്കർ. ആൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് നമ്മുടെ മുന്നിലുണ്ടാവുന്ന കുറച്ചധികം ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ്, അതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്നും നമ്മൾ ഒരു ഒപ്റ്റിമൽ ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്നും അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന എൻഡ് റിസൾട്ട്, അതിനെയാണ് നമ്മൾ ഇവൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിസിഷൻ മെട്രിക്സസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഡിസിഷൻ മെട്രിക്സ് ഈസ് എ സ്റ്റാൻഡേർഡ് ടാബുലർ ഫോർമാറ്റ് ഫോർ ദ ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ് അഗെയിൻസ്റ്റ് ദ പോസിബിൾ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ. അപ്പോൾ ഡിസിഷൻ മെട്രിക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഇവൻറ്റ്സ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന, ഇതൊക്കെ ഒരു ടാബുലേറ്റഡ് ഫോമിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസിഷൻ മാട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഇപ്പം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സപ്പോസ് യുവർ ഫ്രണ്ട്സ് decided to open a temporary shop for a day in your village in connection with the local festival. You are considering three alternative proposals. As one, to run a tea shop. The second, to run a ice cream stall. Then third, to run a candy shop. The success of these 3 actions depends upon the
weather condition. The following is the decision matrix prepared for taking such action. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ ഡിസിഷൻ മെട്രിക്സിൽ കാണിച്ചിരിക്കുന്നത് അവിടുത്തെ ഒരു പർട്ടിക്കുലർ വില്ലേജിൽ ഒരു ലോക്കൽ ഫെസ്റ്റിവൽ നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. നാട്ടിലൊരു ഉത്സവം, അവിടെ നമ്മളൊരു പർട്ടിക്കുലർ ഒരു ചെറിയ ഒരു ടെമ്പററി സെറ്റപ്പ്, ഒരു ഷോപ്പ് തുടങ്ങുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഡിസിഷൻ മെട്രിക്സ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ 3 കാര്യങ്ങളാണ്. 3 ആൾട്ടർനേറ്റീവ് പ്രപ്പോസൽസ് ആണ് ഉള്ളത്. നമുക്കവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഉള്ളത് അവിടെ ഒരു നമുക്ക് ഒരു ഫെസ്റ്റിവൽ വരുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ റീപ്പ് ബെനിഫിറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം 3 ഓപ്ഷൻസ് ആണ്. ഒന്ന്, നമുക്ക് ഒരു ടീ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഒരു ഐസ്ക്രീം സ്റ്റോള്, അതല്ലെങ്കിൽ ഒരു ക്യാൻഡി ഷോപ്പ്. ഈ 3 കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. അതാണ് നമ്മൾ അതിലെ ആൾട്ടർനേറ്റീവ് പ്രപ്പോസൽസ്. The success of these 3 actions depends upon the weather condition. Okay, the following is the decision matrix prepared for taking such a decision. അപ്പം ഇതിൻ്റെ അൾട്ടിമേറ്റ് സക്സസ് എന്ന് പറയുന്നത് ഈ ഷോപ്പ് നമ്മൾ തുടങ്ങുന്നു, അതിൽ നിന്നും എങ്ങനെ നമ്മൾ ബെനിഫിറ്റ്സ് റീപ്പ് ചെയ്യുന്നു എന്നുള്ളതൊരു കാര്യം. പക്ഷേ അവിടെ ഈവൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് അവിടുത്തെ വെതർ കണ്ടീഷനും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആൾട്ടർനേറ്റീവ്സ് പറയുന്നു: ഐസ്ക്രീം സ്റ്റോള്, ടീ ഷോപ്പ്, ക്യാൻഡി ഷോപ്പ്. പിന്നെ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ പറയുന്നുണ്ട്: ഹോട്ട് ക്ലൈമറ്റ് ഡേ, മോഡറേറ്റ് ക്ലൈമറ്റ് ഡേ, ദെൻ ഹെവി റെയിൻ ഡേ. ഓക്കെ, അടുത്ത് ഐസ്ക്രീം സ്റ്റോള്. ഹോട്ട് ക്ലൈമറ്റ് ഡേയിൽ ഐസ്ക്രീം സ്റ്റോള് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20,000 രൂപ പ്രോഫിറ്റ് കിട്ടും. അടുത്ത ആൾട്ടർനേറ്റീവ്, അവിടെ ടീ ഷോപ്പ് ആണെങ്കിൽ 2,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. ക്യാൻഡി ഷോപ്പ് ആണെങ്കിൽ 4,000 പ്രോഫിറ്റ്. ദെൻ മോഡറേറ്റ് ക്ലൈമറ്റ് ഡേ ആണെങ്കിൽ ഐസ്ക്രീം സ്റ്റോള് 4,000 പ്രോഫിറ്റ് ആയിരിക്കും. ടീ ഷോപ്പ് 5,000 ആണ്. ടീ ഷോപ്പാണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് 5,000 പ്രോഫിറ്റ്. ആൻഡ് ഇഫ് യു ആർ ഗോയിങ് വിത്ത് ക്യാൻഡി ഷോപ്പ് we will get 6,000 as profit. Then heavy rain ഡേയിൽ ഐസ്ക്രീം സ്റ്റോൾ നമുക്ക് എന്താണ് പോസിബിളി ഹെവി റെയിൻ ഡേ ഉള്ള സമയത്ത് ആരും ഐസ്ക്രീം വാങ്ങാനായിട്ട് they don't like it. So അതുകൊണ്ട് പോസിബിളി we could incur loss എന്നുള്ളതാണ്. So 5,000 loss, then 10,000 profit. Tea shop ആണെങ്കിൽ, because most people would prefer to buy tea rather than ice cream. Then candy shop ആണെങ്കിൽ 5,000 profit. ഓക്കെ, അപ്പം ഇതാണ് ഡിസിഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അതുപോലെ ഒരു ടാബുലർ ഫോമിൽ കൊടുക്കുന്നു. So that is decision matrix. Then payoff table. It denotes the table with the help of which the end result of each and every action can be ascertained in quantitative terms. A decision matrix can be prepared in qualitative terms also, where as in payoff table, outcomes are expressed in figures rather than statements. In the above table, the end result of each and every proposal are expressed not only statement but also in figures. അപ്പം ഒരു ഡിസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, അതിൻ്റെ എൻഡ് റിസൾട്ട്, ഇതെല്ലാം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അഗെയിൻ ഒരു ടാബുലാർ ഫോമിൽ. അതിനാണ് നമ്മൾ പേ ഓഫ് ടേബിൾ എന്ന് പറയുന്നത്. പേ ഓഫ് ടേബിൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പേ ഓഫ് ടേബിൾ എന്താണെന്നുള്ളത് അത് വെച്ച് നമുക്ക് കുറച്ചധികം പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. നമുക്ക് തന്നിട്ടുള്ള ഒരു പർട്ടിക്കുലർ സെനാരിയോ, ഒരു സിറ്റുവേഷൻ, അത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി റെപ്രസെൻ്റ് ചെയ്യുന്നു.
ആൻഡ് ദാറ്റ് ടു ഇൻ എ ടാബുലർ ഫോം. അതിനെയാണ് നമ്മൾ പേ ഓഫ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, then uncertainty, again ഒരു term ആണ് uncertainty. Decisions are taken on the basis of some expectations. Starting an ice cream stall may be on the expectation of hot climate, but due to heavy rain the decision becomes failure. Therefore decision taken not be successful if the events are not happened as expected. Uncertainty is the indefiniteness regarding the occurrence of the outcome or event. In order to get an idea about possibilities of different outcomes, they are indicated in probabilities. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്തായിരിക്കും നടക്കുക എന്നുള്ളത്, there are certain factors which are not in our hand. അപ്പം നമ്മുടെ കയ്യിൽ even if we planned it properly, when it comes to the execution part, there are certain factors that has to be considered. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ സെയിം എക്സാമ്പിളിൽ നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷെ അവിടെ ഐസ്ക്രീം സ്റ്റോളാണ് നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടീ സ്റ്റോളാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ക്യാൻഡി ഷോപ്പാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ മൂന്നിൻ്റെയും ബെനിഫിറ്റ്സ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആ ക്ലൈമറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. സോ ദർ ഇസ് ഓൾവേസ് എ ഹ്യൂജ് ഫാക്ടർ കോൾഡ് അൺസർട്ടനിറ്റി. സോ ആ അൺസർട്ടനിറ്റി നമ്മൾ പ്രോബബിലിറ്റിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഐസ്ക്രീം ആ സ്റ്റോളിൻ്റെ കേസ് പറഞ്ഞു. ഐസ്ക്രീം സ്റ്റോളിൻ്റെ കേസിൽ അയാൾക്ക് എത്രത്തോളം ബെനിഫിറ്റ് അയാൾ റീപ്പ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ വെതർ കണ്ടീഷൻ കൂടി ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പം നല്ല ഹെവി റെയിൻ്റെ ടൈമിൽ ഒരിക്കലും ആൾക്കാർ they won't prefer to buy ice cream. So definitely the sale of ice cream would fall എന്നുള്ളതാണ്. സോ അത്തരത്തിൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കുറച്ച് കാര്യങ്ങൾ, സോ അതിനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ. സോ ആൻഡ് വിച്ച് ഈസ് ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസിഷൻ തിയറി എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞത്. സോ ഡിസിഷൻ മേക്കർ ആരാണെന്ന് പറഞ്ഞു, ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണെന്ന് പറഞ്ഞു, സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ എന്താണെന്ന് പറഞ്ഞു, ദെൻ ഡിസിഷൻ മെട്രിക്സ്, ദെൻ പേ ഓഫ് ടേബിൾ, ദെൻ അൺസർട്ടനിറ്റി. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിലുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.